പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ ഇടയവനെ സഹായിച്ച വരുവനാകുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയറ്റുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് ഏതാണ്ട് 15 എപ്പിസോഡുകളിലായി നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. അതിൻ്റെ 16-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനമായ ഒരു വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്നത്. അതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നത്. ഈ രണ്ട് വിഷയങ്ങളും നാം ശരിയായി പഠിച്ചാൽ ഇന്ന് ലോകത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പൈശാചിക ഉപദേശങ്ങളിൽ തട്ടിത്തകർന്നു പോകാതെ സത്യോപദേശത്തെ തിരിച്ചറിഞ്ഞ് സത്യത്തിൽ നിലനിൽക്കുകയും നിത്യജീവന അവകാശികളായി തീരുകയും ചെയ്യും എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് വിവിധങ്ങളാകുന്ന പൈശാചിക ഉപദേശങ്ങൾ, വ്യാജ സന്ദേശങ്ങൾ ലോകം മുഴുവനും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ ദുഷ്പ്രചരണങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വേർപെട്ട നിലപാട് സ്വീകരിക്കുവാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും അവൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നാം വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് അന്ത്യകാലമാകയാൽ ശത്രുവാകുന്ന പിശാച് ആത്മീയർ എന്നും സത്യോപദേശത്തിൽ നിൽക്കുന്നവർ എന്നും പറയപ്പെടുന്നവരുമായി അനേകരെ തിരുവചന സത്യത്തിന് എതിരായി അനേകം വ്യാജ നിലവാരങ്ങൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിയിരിക്കുന്നതായി കാണുന്നു. പെരുമഴ പെയ്യുന്നത് പോലെ വ്യാജ അന്യഭാഷകളും വ്യാജ പ്രവചനങ്ങളും മറ്റനേകം ദുരുപദേശങ്ങളും പഠിപ്പിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ സത്യോപദേശത്തിൽ നിൽക്കുന്നവർ എന്ന് പറയുന്നവരും കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങൾ കാണുമ്പോൾ വല്ലാത്ത ആശ്ചര്യമുളവാകുന്നതായിട്ട് ഓർക്കുകയാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ വീണുപോകാതെ ശരിയായത് തിരഞ്ഞെടുക്കുകയും വ്യാജമായത് വിട്ടുകളയുകയും ചെയ്യണമെന്ന് എല്ലാ സത്യവിശ്വാസികളോടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. സ്തോത്രം. ഇന്ന് ലോകം മുഴുവനും വ്യാജ സന്ദേശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, വ്യാജ ഉപദേശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിവിധങ്ങളാകുന്ന വ്യാജ പ്രകടനങ്ങളാൽ മനുഷ്യനെ വശീകരിച്ച് സാത്താന്യമായ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളെയാണ് ഭൂമിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളതായ വ്യാജന്മാരിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞ് സത്യമായ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വൈകിയ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ വീണുപോകാതിരിക്കണമെങ്കിൽ ശരിയായ ഉപദേശത്തെയും ശരിയായ വ്യവസ്ഥകളെയും നാം തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. വ്യാജമായിട്ടുള്ളതിനെ മുഴുവനും
പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയും സത്യമായവ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഓരോ സത്യവിശ്വാസികളും നിലനിൽക്കണമെന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിന്നെയും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, അപേക്ഷിക്കുകയാണ്. തിരുവചനത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വേദഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ പല ശുശ്രൂഷകൾ അവൻ ചെയ്യുവാനിടയായി എന്ന് നാം മുൻപ് തന്നെ പഠിച്ചുവല്ലോ. ഇപ്പോൾ ഇവിടെ നാം അവനെക്കുറിച്ച് കാണുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പുരുഷന്റെ സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അവനൊരു മണവാളനാകുന്നു എന്ന് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു എന്നാണ്. ദൈവത്തിന് ഓരോ തൻ്റെ മക്കളെ സംബന്ധിച്ചും വളരെ എരിവുണ്ട്. ആ എരിവ് പൗലോസിലും ഉണ്ട് എന്നുള്ളതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന്, സ്തോത്രം, നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ്. ക്രിസ്തു എന്ന ഏക പുരുഷന്, നമുക്ക് ഒരു മണവാളൻ മാത്രമാണുള്ളത്. അവനെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിർമ്മല കന്യക എന്നാണ്. തൻ്റെ ജീവിതത്തിൽ യാതൊരു മാലിന്യങ്ങളും ഏൽക്കാതെ വണ്ണം നിർമ്മലയായിരിക്കണം, കന്യകയായിരിക്കണം ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കന്യക അല്ലെങ്കിൽ മണവാട്ടി എന്നാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെയും ദൈവം എന്നവൻ വിളിക്കപ്പെടുന്നു. ഇവിടെ പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിന്നെ സൃഷ്ടിച്ചവനാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ പേര്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടും. അപ്പോൾ നിന്നെ സൃഷ്ടിച്ചവനായ ആ സൃഷ്ടാവ് തന്നെയാണ് നിന്നെ വിവാഹം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ്. ആത്മീയമായി ഉള്ള വിഷയമാണത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഭൗതികമാകുന്ന വിഷയമായിട്ട് ചിന്തിക്കരുത്. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. പിന്നീട് നമ്മളവിടെ കാണുന്നത്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്ന് പറയുന്ന ഏക പരിശുദ്ധൻ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ പരിശുദ്ധനായ ദൈവമാണ് നിന്റെ വീണ്ടെടുപ്പുകാരൻ. ഒരേ ഒരു വീണ്ടെടുപ്പുകാരൻ, ഒരേ ഒരു പരിശുദ്ധൻ, സർവഭൂമിയുടെയും ദൈവമെന്ന്
അവൻ വിളിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ദൈവവചനപ്രകാരം ഏക പരിശുദ്ധൻ കർത്താവാണ്. അവനാണ് തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാനായിട്ട് വന്ന വീണ്ടെടുപ്പുകാരൻ. അവൻ സർവഭൂമിയുടെയും ദൈവം എന്ന് വിളിക്കപ്പെടുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ. അവനാണ് സകല ലോകത്തിൻ്റെ സൃഷ്ടാവ്. അവനാണ് നിന്റെ ഭർത്താവ് എന്നിവിടെ കാണുവാൻ കഴിയുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തിനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും എന്ന് അവിടെ കാണുവാൻ കഴിയുകയാണ്. വിശ്വാസത്യാഗികളായ മക്കളെ, ദൈവത്തെങ്കിലുള്ളതായ വിശ്വാസം വിട്ടുകളഞ്ഞ ദൈവമക്കളോട്, പ്രത്യേകമായിട്ട് ഇസ്രായേലിനോട് കർത്താവ് പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ മടങ്ങി വരുവീൻ, കർത്താവ് വിളിക്കുകയാണ്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തിനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇസ്രായേലിനെ വിവാഹ നിശ്ചയം ചെയ്ത സമയം എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പഠിക്കുവാൻ കഴിയുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം തന്നെ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യഭാഗം വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. സ്തോത്രം. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും നിന്നെ വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു എന്നാണ് കർത്താവ് പറയുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും മറന്നു കളയുകയില്ല എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹോശേയയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ സ്തോത്രം, വിശ്വാസത്യാഗം ചെയ്തതായ തൻ്റെ ജനത്തെ അവൻ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്നിട്ട് അവളോട് ഹൃദ്യമായി സംസാരിക്കും എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇസ്രായേൽ ജനം ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവിശ്വസ്തരായി തീർന്നത് മുഖാന്തരമായി അവർ ദുർനടപ്പിലേക്ക് തിരിയുവാനിടയായി തീർന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ആകയാൽ അവരെ അവൻ ഉപേക്ഷിച്ചു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുകയും ദുർനടപ്പ് നടത്തുകയും അത് മുഖാന്തരമായിട്ട് സ്വർഗത്തിലെ ദൈവം അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ.
എന്നരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു എന്നവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നത്, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് അവിടെ ന്യായപ്രമാണത്തിൽ പറയപ്പെട്ടിരിക്കുന്ന നിയമം അനുസരിച്ച് ആരെങ്കിലും സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്ന് ന്യായപ്രമാണത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഉപേക്ഷണപത്രം കൊടുക്കാതെ ഒരിക്കലും ഭാര്യയെ ഉപേക്ഷിക്കുവാൻ നിയമമില്ല, അഥവാ വ്യവസ്ഥയില്ല എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവരെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പന, കർത്താവ് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകളിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് കർത്താവ് പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു എന്നാണ്. സ്തോത്രം. പരപുരുഷനുമായിട്ടുള്ള ബന്ധം, ശാരീരിക ബന്ധം പുലർത്തുന്നവളെ അല്ലാതെ ഉപേക്ഷിക്കുവാൻ വ്യവസ്ഥയില്ല എന്നാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരസംഗം ചെയ്യുന്ന ഒരുത്തിയെ സ്വീകരിക്കണമെന്ന് കർത്താവിൻ്റെ വചനത്തിലില്ല. അവളെ ഉപേക്ഷിക്കുവാനുള്ളതായ വ്യവസ്ഥയുണ്ട്. സ്തോത്രം. പരസംഗം മുഖാന്തരമല്ലാതെ മനഃപൂർവമായിട്ടും മറ്റേതെങ്കിലും സാഹചര്യത്തിലോ ധനത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ മറ്റേതെങ്കിലും കുടുംബശ്രേഷ്ഠതയുടെ പേരിലോ ഒക്കെ ചിലരൊക്കെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുന്ന അനുഭവങ്ങൾ നമുക്കിന്നും ലോകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുവൻ ചെയ്താൽ അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവൾ ചെയ്യുന്ന ആ പാപത്തിന് ഉത്തരവാദി തീർച്ചയായിട്ടും അവളെ വിട്ടുകളഞ്ഞ ഭർത്താവ് തന്നെ ആയിരിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അവിടെ കർത്താവിൻ്റെ വചനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത്, ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ്. വിവാഹബന്ധം ഉപേക്ഷിച്ച് അവളെ നിയമപ്രകാരം അവളുടെ ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം ചില നാളുകൾ കഴിഞ്ഞ് അവളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണ്ടുമുട്ടി ചങ്ങാത്തം കൂടി അവളെ വീണ്ടും തൻ്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് ചേർക്കുകയാണെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു. അത് ഏറ്റവും വലിയ ശിക്ഷാവിധിക്ക് കാരണമായി തീരുമെന്നുള്ളതും ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ പാടില്ല. ഉപേക്ഷിച്ചവളെ വീണ്ടും സ്വീകരിക്കുന്നവൻ അവൻ പാപം ചെയ്യുന്നു, അതവന് ശിക്ഷാ കാരണമായിരിക്കുമെന്നും ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹോശേയയുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എഫ്രയീം സംസാരിച്ചപ്പോൾ വിറയൽ ഉണ്ടായി. അവൻ ഇസ്രായേലിൽ വലിയവനായിരുന്നു. എന്നാൽ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എഫ്രയീം എന്ന വ്യക്തി അല്ലെങ്കിൽ അവൻ്റെ ഗോത്രം
ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ടപ്പോൾ തന്നെ അവന് വിറയലുണ്ടായി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ ഒരു സന്ദർഭത്തിൽ ഇസ്രായേലിൽ വലിയവനായിരുന്നു. എന്നാൽ ബാൽ എന്ന അന്യദേവനെ അവൻ ആരാധിക്കുവാൻ ഇടയായി തീർന്നത് മുഖാന്തരമായിട്ട് അവൻ കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി എന്നാണ് തിരുവചനത്തിൽ നാം കാണുന്നത്. മരിച്ചുപോയി എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള മരണം അവന് സംഭവിച്ചു. അവൻ്റെ ആത്മീയ മനുഷ്യൻ മരിച്ചുപോയി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിലും അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ വഴികളെ അറിഞ്ഞതിന് ശേഷം വിട്ടുകളയുകയാണെങ്കിൽ, പിന്മാറ്റത്തിലേക്ക് മാറുകയാണെങ്കിൽ അവൻ്റെ ആത്മീയ മരണം സംഭവിക്കുകയാണ്. സ്തോത്രം. അവൻ ഏറ്റവും വിലപ്പെട്ട അവൻ്റെ പ്രാണൻ അവന് നഷ്ടമായി തീരുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എഫ്രൈമിനെ സംബന്ധിച്ചിടത്തോളം അന്യദേവനെ അവൻ ആരാധിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ അവൻ ആത്മീയമായി മരണം സംഭവിച്ചു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ന്യായപ്രമാണ പ്രകാരം ഒരുവന്റെ ഭാര്യ മരിച്ചുപോയാൽ അവന് മറ്റൊരുവളുടെ വിവാഹം കഴിക്കാം എന്ന വ്യവസ്ഥയുണ്ട്. ന്യായപ്രമാണ പ്രകാരമുള്ളതായ ഒരു നിയമമാണ്. ഒരുവന്റെ ഭാര്യ മരിച്ചുപോയാൽ അവന് മറ്റൊരുവളെ വിവാഹം കഴിക്കാം. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നത്, ആകയാൽ ദൈവം സഭയെ തിരഞ്ഞെടുക്കുകയും അവളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യഹോവയുടെ ആദ്യ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നതായ ഇസ്രായേൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരുവളെ വിവാഹം കഴിക്കേണ്ടതിന് വേണ്ടി യഹോവയായ ദൈവം അവളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ആകയാൽ മണവാളനായ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് യഹോവ എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. യഹോവയായ ദൈവം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. സൃഷ്ടാവ് തന്നെയാണ് അവളുടെ ഭർത്താവ്. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ യഹൂദന്റെ രീതി അനുസരിച്ച് അവളെ ഭാര്യ എന്ന് വിളിക്കും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ആ കന്യകയെ ഭാര്യ എന്ന് വിളിക്കുവാനുള്ളതായ ഒരു വ്യവസ്ഥയുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എന്ന് കണ്ടു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചാണ്. അവന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു. യോസഫിന് അവിടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു എങ്കിലും അവർ ഒരുമിച്ച് കൂടി വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അവരുടെ വിവാഹം നടക്കുന്നതിന് മുമ്പേ അവൾ ഗർഭിണിയായി. അവൾ ഗർഭിണിയായത്
സ്തോത്രം. പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയായത് എന്ന് ഇവിടെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. സ്തോത്രം. ഈ വിഷയം അവളെ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന അവൾ ഗർഭിണിയാണ് എന്നുള്ളതായ വിഷയം അവളുടെ ഭർത്താവായ യോസഫ് അറിഞ്ഞപ്പോൾ യോസഫിന് വല്ലാത്ത മാനസികമായ പ്രയാസമുണ്ടായി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. യോസഫ് വളരെ നീതിമാനാകൊണ്ടും തൻ്റെ ഭാര്യയ്ക്ക് ഒരു ലോക അപവാദം വരുത്തുവാൻ തനിക്ക് മനസ്സില്ലായ്ക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു എന്നാണ് അവിടെ അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോസഫ് നീതിമാനായ ഒരു വിശുദ്ധനായ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്ക് ഒരു അപവാദം, ലോകപരമായിട്ടുള്ള ഒരു അപവാദം വരുത്തുവാൻ തനിക്ക് മനസ്സില്ലായക കൊണ്ട് രഹസ്യമായിട്ട് അവളെ ഉപേക്ഷിപ്പാനായിട്ടുള്ള ഒരു ചിന്താഗതി അവൻ്റെ മനസ്സിലുണ്ടായി എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉത്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് അവന് വെളിപ്പെട്ടു. അവിടെ രഹസ്യമായി ഉപേക്ഷിച്ച് കളയുവാനായിട്ട് അവൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷനാകുന്നു. സ്തോത്രം. പ്രത്യക്ഷപ്പെട്ട ശേഷം അവനോട് സംസാരിച്ചത്, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവളിൽ ഉത്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് പറഞ്ഞു. അവൾ ഗർഭിണിയായി എന്ന് നീ അറിഞ്ഞത് വാസ്തവമാണ്. അത് സ്തോത്രം അവളുടെ പാപ സ്വഭാവം കൊണ്ടോ അവളുടെ തെറ്റായ നീക്കങ്ങൾ കൊണ്ടോ സംഭവിച്ചതല്ല. അവൾ ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് സ്തോത്രം അവൻ്റെ മനുഷ്യത്വത്തിൽ അവനെ മണവാളൻ എന്ന് വിളിക്കപ്പെട്ട വിഷയമാണ് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. ഇവിടെ പഴയ നിയമത്തിൽ സൃഷ്ടാവാണ് തൻ്റെ ഭർത്താവ് എന്ന് പറയുകയും ഇസ്രായേലിനെ തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്കവിടെ പഠിക്കുവാൻ കഴിയുന്നത്. എന്നാൽ അവളുടെ ദുർനടപ്പ് നിമിത്തം അന്യദേവന്മാരെ അവൾ ആരാധിച്ചത് നിമിത്തമായിട്ട് ദൈവം അവളെ ഉപേക്ഷിക്കുവാനിടയായി തീർന്നു എന്നും ദൈവം ഉപേക്ഷിച്ചതിനാൽ അവൾ ദുർനടപ്പ് ആചരിക്കുകയും അത് മുഖാന്തരമായിട്ട് അവൾക്ക് ആത്മീയ മരണം സംഭവിച്ചു. സ്വർഗത്തിലെ ദൈവം അവളെ ഉപേക്ഷിക്കുവാനും ഇടയായി തീർന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഇസ്രായേലിൻ്റെ
ഇസ്രായേലിനെ തൻ്റെ ഭാര്യാസ്ഥാനത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം ഉപേക്ഷിച്ചപ്പോൾ, സ്തോത്രം, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ഭാര്യയെ ഉപേക്ഷിച്ചാൽ നിയമപരമായിട്ട് അവന് മറ്റൊരു വിവാഹം കഴിക്കുവാൻ ഉള്ള വ്യവസ്ഥയുണ്ട്. പക്ഷേ ഭാര്യയെ ഉപേക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥ വച്ചിരിക്കുന്നത്, സ്തോത്രം, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ പാടില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാം എന്ന് ന്യായപ്രമാണത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുമുണ്ട്. ഇവിടെ ഇസ്രായേൽ പാപം ചെയ്ത് ആത്മീയ മരണം സംഭവിച്ച് അവളുടെ ദുർനടപ്പ് നിമിത്തമായിട്ട് ദൈവം അവളെ ഉപേക്ഷിക്കുവാനിടയായി തീർന്നപ്പോൾ, സ്തോത്രം, മറ്റൊരു ഭാര്യയെ വിവാഹം ചെയ്യേണ്ടതിന് വേണ്ടി ദൈവം തീരുമാനിച്ചു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ തീരുമാനമാണ്, സ്തോത്രം, ഇവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന പുരുഷന് നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു, നിങ്ങൾ നിർമ്മല കന്യകയായി ഇരിക്കേണ്ടതിന് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ പാപം ചെയ്ത് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവളായി തീർന്നതുപോലെ വരാതിരിക്കേണ്ടതിന്, സ്തോത്രം, ഒരു കന്യകയെയാണ് കർത്താവ് തൻ്റെ കാന്തയായി, തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. സ്തോത്രം, അവൾ നിർമ്മലമാകുന്ന അവസ്ഥയിലായിരിക്കണം, യാതൊരു വിധമാകുന്ന മാലിന്യവുമില്ലാത്തവളായിരിക്കുന്നു എങ്കിൽ മാത്രമേ, സ്തോത്രം, കർത്താവ് അവളെ സ്വീകരിക്കുകയുള്ളൂ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ നിയമവിശ്വാസികളായി മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മ നിറവോടെ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവർ യാതൊരു വിധമാകുന്ന മാലിന്യങ്ങളും കൂടാതെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നു എങ്കിൽ, അങ്ങനെയുള്ള തൻ്റെ മക്കളെ ചേർക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധനായ കർത്താവ് കടന്നു വരുവാൻ സമയമായിരിക്കുകയാണ്. അവൻ്റെ കടന്നുവരവിൻ്റെ സൂചനകളാണ് നാം ഇന്ന് ഈ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ. സ്തോത്രം, അതുകൊണ്ട് കർത്താവ് കടന്നു വരുവാൻ സമയമായി. ഇപ്പോൾ, സ്തോത്രം, സഭയെ തന്നോട് ചേർക്കുവാൻ, അഥവാ സ്തോത്രം, തൻ്റെ മണവാട്ടിയെ തന്നോടുകൂടെ ചേർക്കുവാൻ അവളെ വിവാഹം നിശ്ചയം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അവളെ വേളി കഴിക്കേണ്ടതിന് വേണ്ടി മണവാളൻ കടന്നു വരുവാൻ സമയമായിരിക്കുന്നു. സ്തോത്രം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെ: നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നു. നാം സഭ സന്തോഷിച്ച് ഉല്ലസിച്ച് അവളുടെ കാന്തന് മഹത്വം കൊടുക്കണം, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം കൊടുക്കണമെന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാട് കല്യാണത്തിനായിട്ട് വരുവാൻ സമയമായിരിക്കുന്നു. അവൻ വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതായ കന്യക നിർമ്മലയായിരിക്കണം, നിഷ്കളങ്കയായിരിക്കണം, പരിശുദ്ധയായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ കർത്താവോടെ വിവാഹം കഴിക്കേണ്ടതിന് വേണ്ടി കടന്നു വരുമ്പോൾ
ആ യാതൊരു കാരണവശാലും അവിടെ നീക്കിക്കളയുവാൻ അഥവാ തള്ളിക്കളയുവാൻ, ഉപേക്ഷിക്കുവാൻ ഇടവരാതിരിക്കേണ്ടതിന് കർത്താവിൻ്റെ സന്നിധിയിൽ നീതിയോടും വിശ്വസ്തയോടും അവൻ്റെ വരവിനായിട്ട് നല്ല ഒരുക്കത്തോടെ ഓരോ പ്രിയപ്പെട്ടവരും നിർമ്മല കന്യകയായി തന്നെ സ്തോത്രം സത്യോപദേശത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്നും സ്തോത്രം നാം എല്ലാ കാലത്തും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൽക്കണമെന്നും കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നാം ഓരോരുത്തരും തങ്ങളെ തന്നെ ഒരുക്കി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ നാടുകളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാം. കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. പല നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി അനേകരെ ശത്രു തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൻ്റെ സത്യം നാം തിരിച്ചറിയണം. നമ്മുടെ ദൈവം യഥാർത്ഥമായി ദൈവമാണ്. അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നവനാണ്. അതുകൊണ്ട് അവനിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ നിലനിൽക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യഹോവയായ ദൈവം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു തന്നെയാണ് യഹോവയായ ദൈവം. യഹോവ തന്നെ യേശുക്രിസ്തു. യഹോവ ഇസ്രായേലിൻ്റെ ഭർത്താവും സഭയുടെ മണവാളനുമാകുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ. അവനിൽ പൂർണ്ണ പ്രത്യാശയോടും വിശ്വാസത്തോടും ഈ അന്ത്യകാലത്ത് അവനിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് നിർമ്മല കന്യകയായി വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നു എങ്കിൽ നമ്മുടെ മണവാളൻ കടന്നു വരുവാൻ സമയമായിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. തൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കി മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവത്തിൽ നാം ഓരോരുത്തരുമായിരിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇളവന് വേണ്ടി അല്പസമയം വേർതിരിച്ചു തന്ന ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും ഇളയവനെ ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ടും കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അല്പസമയം തിരുവചനവുമായിട്ട് തിരുസന്നിധിയിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവങ്ങളെ ഭാഗ്യം നൽകിയത് കൊണ്ട് സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഈ ഗ്രൂപ്പിൻ്റെ സംഘാടകരെ അനുഗ്രഹിക്കണം. അഡ്മിന്മാരെയും കർത്താവിൻ്റെ ദാസന്മാരെയും എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാകേണ്ടതിന് നീ സഹായിക്കണം. പ്രാർത്ഥന തിരുമേനി കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മഹത്വം പരിചരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം.